ഓക്കെ, തരംഗവേഗം നമുക്ക് പറഞ്ഞു ലാംഡ ഇൻറ്റു എഫ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ലാംഡ ബൈ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ദൂരം ബൈ സമയം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ലാംഡ ബൈ ഇൻറ്റു എഫ് ആ ഇക്വേഷൻ നോക്കാം. ലാംഡ ഇൻറ്റു എഫ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നോക്കി നോക്കാം. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതിൽ ലാംഡ എത്രയാണ്? ലാംഡ പീരീഡ് അല്ല, തരംഗദൈർഘ്യം ലാംഡ 4ആണ്. ആവൃത്തി എഫ് എത്രയാണ്? 0.2 അപ്പോൾ രണ്ടോ വെച്ച് ചെയ്ത് നോക്കാം. ലാംഡ 4ആണ്, എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 0.2. 4 ഗുണിക്കണം 0.2. ഇപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 0.2 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ നോക്കി നോക്കാം. നമുക്ക് ഇതേപോലെ ഇങ്ങനെ 4 ഗുണിക്കണം 2 എന്നൊക്കെ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്താൽ വെച്ചാൽ 2 ഗുണിക്കാം. 0.2 നമുക്ക് ഗുണിക്കാനുള്ളത് ശരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? 2 4 ഗുണിച്ചാൽ കിട്ടും. 2 4 എത്ര? 8. ഓക്കെ, 2 4 എത്രയാണ്? 8. ഇതിലിവിടെ ഒരു പോയിൻറ്റ് ബാക്കിയില്ലേ? ആ പോയിൻ്റ് എന്ത് ചെയ്യുക? ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതാണെന്ത്? ഇതിൻ്റെ ആൻസർ. മറക്കരുത്. പോയിൻ്റ് ഉള്ള ഏത് സംഖ്യയിട്ട് ഗുണിക്കണമെങ്കിൽ ആ സംഖ്യയിട്ട് പോയിൻ്റ് ഇല്ലാത്ത ആ സംഖ്യയിട്ട് ആദ്യം ഗുണിക്കുക. എന്നിട്ട് ഇവിടെ എത്ര സ്ഥാനം മാറ്റി നമുക്ക് കുത്തുണ്ടോ ആ കുത്ത് എന്ത് ചെയ്യുക? അവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയാണ് ഇവിടെ കുത്തുള്ളത്. ആ പോയിൻ്റ്. അപ്പോൾ 0.8 ഇവിടുത്തെ എന്ത്? 0.8 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടുത്തെ എന്ത്? ഇവിടുത്തെ തരംഗ വേഗം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ലാംഡ ബൈ ടി എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ലാംഡ ബൈ ടി വെച്ച് ചെയ്താലും ഇത് കിട്ടുമോ നോക്കി നോക്കാം. ലാംഡ നമുക്ക് ഓൾറെഡി അറിയാം, 4 അറിയാം. 4 ബൈ എന്താണ്? ബൈ ഇത്ര ഇവിടുത്തെ പീരീഡ് എത്ര? പീരീഡ് ഇവിടെ എത്രയാണ്? പീരീഡ് 5. ഓക്കെ ആണല്ലോ. പീരീഡ് എത്രയാണ്? 5. ഓക്കെ, പീരീഡ് 5. ലാംഡ ഇവിടെ എത്രയാണ്? 4 മീറ്ററാണ്. ഇതാണ് ചെയ്ത് നോക്കാം. ലാംഡ ബൈ ടി 4/5. 4/5 എന്ന് പറഞ്ഞാലും എത്ര തന്നെ കിട്ടുക? നമുക്ക് 0.8 തന്നെയാണ് എന്ത് ചെയ്യുക? കിട്ടുക. 4/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 0.8 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എന്ത് ചെയ്യുക? നമുക്ക് ആൻസർ കിട്ടുക. പിന്നെ അടുത്ത സമയം എന്താണ്? ദൂരം ബൈ സമയം എന്നുള്ള വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് ചെയ്താലും സെയിം ആൻസർ കിട്ടും. നോക്കി നോക്കാം. ഇവിടുത്തെ ദൂരം നോക്കി നോക്കാം. ദൂരത്തിൽ ഈ തരംഗം സഞ്ചരിച്ചുള്ള ടോട്ടൽ ദൂരം 8 മീറ്ററാണ്. 8 മീറ്റർ എത്ര സെക്കൻഡാണ് സഞ്ചരിച്ചത്? 10 സെക്കൻഡോട്. അപ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് 8ആണ്. സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെക്കൻഡാണ്. ഓക്കെ, അത് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പോൾ ദൂരം നമുക്കറിയാം, സമയം നമുക്കറിയാം. അത് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ദൂരം എത്രയാണ്? 8 മീറ്ററാണ്. സമയം എന്ന് പറയുന്നത് 10ആണ്. അപ്പോൾ 8/10 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആൻസർ? 0.8 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആൻസർ. നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ 3 ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം? തരംഗ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? തരംഗത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. തരംഗത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? അതിനെ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒന്ന് ആയതി പറഞ്ഞു, ആവർത്തി പറഞ്ഞു, പീരീഡ് പറഞ്ഞു, തരംഗ ദൈർഘ്യം പറഞ്ഞു, ലാസ്റ്റ് എന്ത് പറഞ്ഞു? തരംഗ വേഗവും പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുന്ന ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. എക്സാമിൽ ചോദിക്കുകയാണ്. മറക്കട്ടെ, എഴുതി. എക്സാമിൽ ചോദിക്കുകയാണ്. 2 തരംഗങ്ങൾ തന്നു. ഒന്നാം തരം കാണാം. ഇങ്ങനൊരു തരംഗം തന്നു. ഓക്കെ, ഇത് 2 4 6 8. വേറൊരു തരംഗം തന്നു. ഓക്കെ, 1 2 3 4. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 2 തരംഗമുണ്ട്. രണ്ടും 8 മീറ്റർ തന്നെയാണ് രണ്ടും സഞ്ചരിച്ചുള്ളത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം, ഇതിൽ ആർക്കാണ് ആവൃത്തി കൂടുതൽ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൾ ആവർത്തി ഇത് 2 എത്ര സെക്കൻഡാ? രണ്ടും ഏകദേശം ഒരു 10 സെക്കൻഡ് ഉണ്ടായെന്ന് വിചാരിച്ചു. 10 സെക്കൻഡ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ആർക്കാണ് ആവൃത്തി കൂടുതലെന്നാണ് ചോദ്യം. ഓക്കെ, 2 8 മീറ്ററാണ് സഞ്ചരിച്ചുള്ളത്, 10 സെക്കൻഡിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ് ആവൃത്തി കൂടുതലെന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. നോക്കി നോക്കാം. അപ്പോൾ ഇയാളുടെ ആവൃത്തിയാണ് കണ്ടുപിടിക്കുക. ആവൃത്തി ഇക്വേഷൻ നമുക്കറിയാം. ആവൃത്തി സമം എന്താണ്? ആവൃത്തി സമം എണ്ണം ബൈ എന്താണ്? എണ്ണം ബൈ സമയമാണ്. ഓക്കെ ആണല്ലോ. ആവർത്തി സമയം എന്താണ്? എണ്ണം ബൈ സമയമാണ്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ ആവർത്തി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ആൾ എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്? 1 2 സൈക്കിൾ. എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്? 2 സൈക്കിൾ. 2 എത്ര സമയം കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഇയാളുടെ ആവർത്തി എത്ര? 2/10 എന്ന് പറയുമ്പോൾ 0.2 ഹെർട്സ്. ഇനി രണ്ടാമത്തെ ആൾ ആവർത്തി നോക്കി വെക്കാം. രണ്ടാമത്തെ ആൾ എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്? 1 2 3 4 സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 4 സൈക്കിളാണ് എത്ര സെക്കൻഡ് കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആവർത്തി എത്ര? 0.4 ഹെർട്സ്.
ഓക്കെ, അത് പോയിൻറ്റ് 2 അടിസ്ഥാനത്ത് പോയിൻറ്റ് 4 അടിച്ച്. അപ്പോൾ ആർക്ക് ആവൃത്തി കൂടുതൽ? ഇയാൾക്കാണ് ആവൃത്തി കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കുറേ സൈക്കിളുകൾ ഒരു സെക്കൻഡിൽ ഇത്ര സമയം ഒരേ സമയത്ത് ഉണ്ടാവണമെങ്കിൽ അവർക്കാണ് എന്ത് ആവൃത്തി കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആവൃത്തി കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്റർ പഠിക്കുക ശബ്ദത്തിൻ്റെ പ്രതിപതനം, അതേപോലെ തന്നെ എന്താ പറയുക ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം, അതേപോലെ തന്നെ പ്രതിധ്വനി. അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രതിപതനത്തിൻ്റെ കേസും ശബ്ദത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശം ഒരു ഗ്ലാസ്സിൽ തട്ടി തിരിച്ചു വരുന്ന പോലെ ശബ്ദം എന്ത് ചെയ്യും, ഇങ്ങനെ ഇവിടുന്ന് ശബ്ദം ഇട്ടാൽ ഒരു ഗ്ലാസ്സിൽ പോയി തിരിച്ചു വരുന്നതാണ് ശബ്ദത്തിൻ്റെ പ്രതിപതനം അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ശബ്ദത്തിൻ്റെ പ്രതിപതനത്തിൻ്റെ കേസിൽ നമ്മൾ ഈ ശബ്ദത്തിൻ്റെ പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട് കേട്ടോ. സൗണ്ട് ബോർഡുകൾ, ഹാളുകൾ വളച്ച് നിർമ്മിക്കുന്ന സീലിങ്ങൾ, അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പ്രതിപതനം. ഓക്കെ, പിന്നെ ആവർത്തന പ്രതിപതനം വേറെ ടോപ്പിക്കാണ്. ആവർത്തന പ്രതിപതനം ഇതും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ചെറിയ ടോപ്പിക്കായിട്ട് ചോദിക്കാറുണ്ട്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചെറിയൊരു ടോപ്പിക്കാണെന്ത്, അനുരണനം എന്ന് പറയും. എന്താ പറയുക, അനുരണനം എന്ന് പറഞ്ഞാൽ ആവർത്തന പ്രതിപദത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മുഴക്കത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, അനുരണനം. ഇത് ചോദിക്കാറെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നൊരു സ്ഥലമുണ്ട്. എവിടെ വെച്ചാൽ നമ്മളെ കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന് പറയുന്ന സ്ഥലം, ഗോൾ ഗുംബസ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, വ്യക്തമായിട്ട് ഇന്ത്യയിൽ കേൾക്കുന്നത്. ഇത് കർണാടകയിലെ ബീജാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഈ സംഭവം ഉള്ളത്. എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളൊരു സംഭവമാണ് നമ്മളെ പ്രതിധ്വനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിധ്വനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിധ്വനിയുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എക്സാം പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രതിധ്വനി പറഞ്ഞാൽ ഒരു ശബ്ദം ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രതിധ്വനി. വീണ്ടും അതൊരു ശബ്ദം വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രതിധ്വനി. എക്സാം പറയുമ്പോൾ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ കുട്ടി എന്ത് ചെയ്തു, കൈ കൊട്ടി ഈ ശബ്ദം ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തുണ്ട്, കുറേ ദൂരത്ത് അകലത്തൊരു മതിലുണ്ട്. അതൊക്കെ ഒരു വലിയൊരു മതിലുണ്ട്. ഈ മതിലിൽ പോയിട്ട് ശബ്ദം എന്ത് ചെയ്തു, വീണ്ടും കണ്ടനെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ഈ ശബ്ദം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ കുട്ടിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ പ്രതിധ്വനി കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്തുവിനും ഈ മതിലിനിടയിൽ എത്ര മീറ്റർ ദൂരം ഉണ്ടാകും, 17 മീറ്റർ അല്ലേ, 17 മീറ്റർ കറക്റ്റ് തോന്നും. 17 മീറ്റർ ദൂരം എന്ത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുക. 17 അല്ലെങ്കിൽ 17.5 മീറ്റർ, 17 മീറ്റർ അല്ല 17.5 മീറ്റർ മിനിമം ഇവർക്കിടയിൽ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രതിധ്വനി കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിനുകൾ ചോദിക്കും, ചില ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ പറയുക, ടെക്സ്റ്റ് ബുക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു കുട്ടി എന്ത് ചെയ്തു, കൈ കൊട്ടി. ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഒരു മതിലുണ്ട്. ഒരു കുട്ടി കൈ കൊട്ടി. ഈ കൈ കൊട്ടിയ ശബ്ദം എന്ത് ചെയ്തു, ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നു. എത്ര സെക്കൻഡിന് ശേഷം, 1 സെക്കൻഡിന് ശേഷം എന്ത് ചെയ്തു, ഈ ശബ്ദം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. ഓക്കെ ആണല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് എത്രയാണ്, 350 മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗത. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി എത്ര അകലം, ഇവർക്ക് ഇടയിലുള്ള ഈ അകലം എത്രയെന്നാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് കുട്ടി കൈയൊട്ടി 1 സെക്കൻഡിന് ശേഷം തിരിച്ചു വന്നു. ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർക്കിടയിലുള്ള അകലം എത്രയാണ് ചോദ്യം. അകലത്തിൽ നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. ഇവിടുത്തെ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി ഗുണിക്കണം T/2. ഓക്കെ, വി ഗുണിക്കണം T/2. വി എന്ന് പറഞ്ഞാൽ വേഗത, ടി എന്ന് പറഞ്ഞാൽ സമയം, ബൈ 2. ഇതാണ് ഇവിടുത്തെ ആൻസർ, ഈ അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. വി എന്ന് പറഞ്ഞാൽ എന്താണ്, 350 ഗുണിക്കണം ടി എന്ന് പറഞ്ഞാൽ അത്ര 1 സെക്കൻഡ്, 1/2. അപ്പോൾ 350/2. 350/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക, ഏകദേശം 300ൻ്റെ പകുതി 150 ആണ്, 50ൻ്റെ പകുതി 25 ആണ്. അപ്പോൾ ഏകദേശം 175 എന്ത് ചെയ്യും, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവർക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആകെ ദൂരം എന്ന് പറയുന്നത് എത്ര, 175 മീറ്ററാണ് ഇവർക്കിടയിലുള്ള എന്ത്, ഡി എന്ന് പറയുന്ന ദൂരം. ഇങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ചിലപ്പം അകലം ചോദിക്കും, ചിലപ്പോൾ ഈ സംഭവം അകലം ചോദിക്കാനാണ് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി D = V/T/2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്. ചിലപ്പം കുട്ടി ആവണമെന്നില്ല, ചിലപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താ പറയുക, ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നുണ്ട്.
ഓക്കെ. കപ്പലിൻ്റെ അടിയിൽ ഒരു മെഷീനുണ്ട്. ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ അകലം കണ്ടുപിടിക്കാൻ വേണ്ടി, കടലിൻ്റെ അടിത്തട്ടിൽ അകലം കണ്ടുപിടിക്കാൻ വേണ്ടി മെഷീനുണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ പേര് സോണാർ എന്ന് വിളിക്കുക. ഈ സോണാറിന് എന്ത് ചെയ്യും, ഒരു ശബ്ദം ഇങ്ങനെ പോകും, തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ ശബ്ദം പോയിട്ട് തിരിച്ചു വരും. ഈ ശബ്ദം പോയി തിരിച്ചു വന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പലിൽ നിന്ന് കടലിൻ്റെ അടിയിലേക്ക് എത്ര അകലം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അകലമാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏകദേശം സമയം ഇപ്പോൾ ഒരു സെക്കൻഡിന് ശേഷം ഇതിങ്ങനെ പോയിട്ട് ഒരു സെക്കൻഡിന് ശേഷം എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഓക്കെ. നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, കടൽ ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 1480 എന്താണ് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡിന് ശേഷം തിരിച്ചു വന്നിട്ടുമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വേഗത വി എന്നൊക്കെ തന്നിട്ടുണ്ട്, സമയം ടിയും തന്നിട്ടുണ്ട്. ഓക്കെ. ചോദിച്ച ചോദ്യം ഈ ഡി എന്ന് പറയുന്നത് ഈ ദൂരമാണ് എന്ത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മേലെ കഥ ഈ ഇക്വേഷൻ തന്നെയാണ്, വി ഇൻറ്റു ടി ബൈ 2 ഇവിടുത്തെ വി എത്ര, 1480 മീറ്റർ പെർ സെക്കൻഡാണ്. ഗുണിക്കണം ടി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ബൈ 2. അപ്പോൾ 1480 പകുതി എന്ന് പറയുമ്പോൾ 1000 പകുതി 500, 400 പകുതി 200, അപ്പോൾ ഏകദേശം 700 80 പകുതി എത്ര, 40. അപ്പോൾ 740 മീറ്ററാണ് ഇവിടുത്തെ എന്ത്, ഈ ഡി എന്ന് പറയുന്ന വാല്യൂ. റെഡിയാണല്ലോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, പ്രതിധ്വനി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. റെഡിയാണല്ലോ. പിന്നെ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന സംഭവം എന്ത്, തരംഗത്തിൻ്റെ ശ്രവണപരിധി. ഓക്കെ ആണല്ലോ. ശ്രവണപരിധി, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശ്രവണപരിധി എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കി വെക്കുക. 20 ഹെർട്സ് മുതൽ എത്രയാണ്, 20,000 ഹെർട്സ് വരെ ആവർത്തിയുള്ള ശബ്ദങ്ങൾ ആർക്ക് കേൾക്കാൻ കഴിയുള്ളൂ, മനുഷ്യന് കേൾക്കാൻ കഴിയുള്ളൂ. ഇത് മനസ്സിലാക്കി വെക്കുക. ഈ 20 ഹെർട്സിന് താഴത്തുള്ളതിൽ നമ്മൾ എന്ത് വിളിക്കും, ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കും. ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കും. അതേപോലെ തന്നെ 20,000 മുകളിലുള്ള ശബ്ദങ്ങൾ നമ്മൾ എന്ത് വിളിക്കും, അൾട്രാസോണിക് എന്ന് വിളിക്കും. എന്ത് വിളിക്കുക, അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും. ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. 20 ഹെർട്സിന് താഴത്തുള്ള ഇൻഫ്രാസോണിക്കും 20,000 മുകളിലുള്ളത് അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ വിളിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഏകദേശം ഈ ചാപ്റ്റർ ലാസ്റ്റ് പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ നായകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20,000 ഹെർട്സിന് മുകളിൽ ഉള്ള ഒരു ശബ്ദത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, ആ ഒരു ശബ്ദം ഒരു വിസിലാണ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ 20,000 മുകളിൽ ശബ്ദമുള്ള ഒരു ഉപകരണം ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക, ആ വിസിലിൻ്റെ പേര് ഗാൾട്ടൺ വിസിൽ എന്ന് വിളിക്കുക. ഇത് നായകളൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിസിലാണ്, ഗാൾട്ടൺ വിസിൽ. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഗാൾട്ടൺ വിസിൽ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം പുറത്തു പിടിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു വിസിലാണ്. അപ്പോൾ ഗാൾട്ടൺ വിസിൽ എന്നൊരു ഉദാഹരണമാണ് ഈ അൾട്രാസോണിക് ശബ്ദം നമുക്ക് ഉദാഹരണം. വേറൊരു ഉദാഹരണമാണ് നമ്മൾ ഈ വവ്വാൽ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് വവ്വാൽ സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വവ്വാൽ ഇര പിടിക്കുന്നത്. ഓക്കെ. ഇത് ആർക്ക് കേൾക്കാൻ കഴിയില്ല, മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ കാരണം മനുഷ്യന്മാർക്ക് ഇതിൻ്റെ അടിയിലെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ, ഇതിന് മുകളിൽ കേൾക്കാൻ കഴിയില്ല. പിന്നെ അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ എന്ത് ചോദിക്കാറുണ്ട്, ഉപയോഗങ്ങൾ ചോദിക്കാറുണ്ട്. അൾട്രാസോണിക് ശബ്ദങ്ങളുടെ ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വൃക്ക ഉള്ള കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, മുക്കിൽ കല്ല് പൊട്ടിക്കുന്ന പോലെ തന്നെ നമുക്ക് MRI നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ ഉപയോഗിക്കും, സോണാറിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് ഉപയോഗിക്കും. അത് കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റുള്ളൊരു ടോപ്പിക്കാണെന്ത്, സുനാമിയും സീസ്മിക് തരംഗങ്ങളും ഇമ്പോർട്ടൻ്റ് അടുത്ത ടോപ്പിക് കണ്ടോ. ഈ സുനാമിയും ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്ത് വരുന്നൊരു തരംഗമാണ് സീസ്മിക് തരംഗം. ഇത് ഭൂമിൻ്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു തരംഗമാണ് ഈ സീസ്മിക് തരംഗം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ള സംഭവം. മെയിനായിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക, പ്രോബ്ലം ചെയ്ത പരിപാടി നോക്കി വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെഡി.